നമ്മുടെ ഇന്നത്തെ ഐറ്റം ഒരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. ഈ ചൂടിനും റംദാൻ ടൈമിലൊക്കെ ഇത് മാത്രം മതി കേട്ടോ. അപ്പൊ ഞാനും വനിതാ പാചകവും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു ചെറിയൊരു ഇഫ്താർ റെസിപ്പിയാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ജെല്ലീസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവർ ആണ് ആദ്യം എടുത്തിട്ടുള്ളത്. ആ ഒരു ജെല്ലി മിക്സ് ഒരു പാനിലേക്ക് നമുക്കൊന്ന് പൊടിച്ചിടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു ജെല്ലി മിക്സ് ഒക്കെ ആ ഒരു വെള്ളമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി തിളച്ചതിന് ശേഷം നമുക്ക് ചൂടോടി തന്നെ ഒരു ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ചൂട് മാറി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 20 മിനിറ്റ് ടൈം അങ്ങ് വെക്കുകയാണെങ്കിൽ നല്ലപോലെ ഇതുപോലെ സെറ്റ് ആയി കിട്ടും കേട്ടോ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ഫ്ലേവറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രോബെറിയും ഉണ്ട്, ലിച്ചിയും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ജെല്ലീസ് ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് ചവ്വര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തണ്ണിമത്തനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുള്ള വാട്ടർ മെലോണോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്കിന്റെ മിക്സ് ആണ്. അപ്പൊ നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇതിലേക്ക് റുഹഫ്സ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ചില്ലാക്കി എടുക്കാനായിട്ട് കുറച്ച് നല്ലപോലെ തന്നെ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ അടിപൊളി മൊഹബത്ത് കാ സർബത്ത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു റമദാൻ ടൈമിൽ ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.